തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ പ്രതീക്ഷകൾ പങ്കുവച്ചും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണങ്ങൾ ശക്തമാക്കിയും നേതാക്കൾ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ. ജില്ലയിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു വലിയ തരംഗമാണ് അലയടിക്കുന്നത്. പ്രചരണം ആരംഭിച്ചത് മുതൽ വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലായിടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശവും അനുഭവവും അതുതന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. LDFന് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത്തവണ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഭരണവിരുദ്ധ വികാരം ഇരട്ട ഭരണവിരുദ്ധ വികാരമാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും. പ്രത്യേകിച്ച് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വലിയ തലത്തിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളന്മാരായ ശബരിമലയിലെ ശാസ്താവിൻ്റെ പൊന്നുകെട്ട് കൊണ്ടുപോയ കള്ളന്മാർക്കെതിരെയുള്ള മറ്റൊരു ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലകളിൽ ഇല്ലാത്തതുപോലെയുള്ള വലിയ വിജയപ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണം അത്രമാത്രം സ്വീകാര്യതയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെത്തട്ടിലുള്ള മുഴുവൻ ജനങ്ങളിലേക്കും അവരുടെ അവകാശങ്ങളായി തന്നെ അവരുടെ ക്ഷേമ പെൻഷനുകളൊക്കെ എത്തിച്ചു കൊടുക്കലും വികസന പ്രവർത്തനങ്ങൾക്ക് UDF വരണം എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമൊക്കെ പോയി നയാ പൈസ ഇല്ലാതെ ട്രഷറി ഒക്കെ മുടങ്ങിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു ദിവസം പോലും ട്രഷറി മുടങ്ങാത്ത കേരളത്തിലുടനീളം ഇതുവരെ സങ്കല്പിക്കാത്തത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയമുണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന സമാനതകളില്ലാത്ത വികസനവും ആ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത്തരം നിലപാടുകൾക്ക് കയ്യടിക്കുന്ന UDFൻ്റെ സമീപനങ്ങളുമെല്ലാം പ്രബുദ്ധരായ കേരളീയ ജനത തിരിച്ചറിയുന്നുണ്ട്. നല്ല ഭൂരിപക്ഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. ഏതാനും ചില വ്യക്തികളും അവരുടെ കൂടെ നിൽക്കുന്ന ചില കൂട്ടങ്ങളും മാത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ ആയി മാറുന്നതിന് പകരം വ്യക്തിക്ക് ചുറ്റും ആളെ കൂട്ടുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് ചെന്നുപെട്ടതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മുന്നണി കൗൺസിലർമാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതെത്ര വരെയാവാം. 25-ന് മുകളിൽ എന്ന് പറയുന്നത് 25-ൽ പരിമിതപ്പെടുത്താനല്ല, 25-ന് മുകളിൽ ഉള്ള കൗൺസിലർമാരുമായി ഞങ്ങൾ ജയിച്ച് കൗൺസിലിൽ വരും. ഞങ്ങൾക്ക് വേണ്ടത് ഭരണമാറ്റം, പിണറായിയുടെ ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഞ്ചായത്തുകൾ സെറ്റപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ആയതുകൊണ്ട് ആ റൂട്ട് ലെവൽ ഞങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള പാതയിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റുകൾ ഞങ്ങൾ മേടിച്ചാൽ ഞങ്ങളുടെ ഘടകകക്ഷികളാണ് CMP, കേരള കോൺഗ്രസ് ഉണ്ട്. എന്നാലും ശരി, ഞങ്ങളുടെ കേരളത്തിലെ ഘടകകക്ഷിയുടെ പേര് മറ്റൊന്നുണ്ട്. നമ്മുടെ ശ്രീമതി രമ നയിക്കുന്നതായിട്ടുള്ള RMP പാർട്ടി 3 സീറ്റുകളെങ്കിലും പിടിച്ചുകൊണ്ട് നേരെ വരികയും 16-ഉം 3-ഉം 19 പ്ലസ് മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് പലയിടത്തും. അപ്പോൾ അവരൊക്കെ ജയിച്ചു വന്നാൽ ഞങ്ങൾ ആ മേജിക് നമ്പറിലേക്ക് എത്തുന്ന ഒരു സുദിനം 2 ദിവസം കൂടി വേണ്ടു. കഴിഞ്ഞ നമുക്കൊരു 10-15 വർഷം മുന്നേ BJP എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടിരുന്ന സമയത്ത് ഇന്ന് BJP കേവലം 15 വർഷം കഴിയുമ്പോഴേക്കും BJP മുഖ്യ എതിരാളികളായിട്ട് ഇടതിൻ്റെയും വലതിൻ്റെയും ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ BJPക്ക് ഒരു ശക്തിയുണ്ടെന്നും BJPക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു മുഖ്യ എതിരാളികളായി BJP മാറിയത്. ആ ജനങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം ആണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഫലം നമുക്കറിയാലോ. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വർഗീയത പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പടിക്ക് പുറത്തായി നിൽക്കും. അതെല്ലാവർക്കും മനസ്സിലായി. അത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. വികസനത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്ന കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡ് പൊതുമേഖലയിൽ നിലനിർത്തുവാൻ എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെയും ഞങ്ങളുടെ ആദർശത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് പൊതുമേഖലയിൽ നിലനിൽക്കുന്നത്. വളരെ കാലങ്ങളായി കുന്നംകുളത്തിൽ അറവുശാല ഇല്ല. കുന്നംകുളത്ത് മാംസാഹാരം കഴിക്കുന്നത് എന്ത് മാംസമാണെന്ന് പോലും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഞങ്ങൾ പൊതുമേഖലയിൽ പൊതുമേഖലയിൽ കൊണ്ടുവരും. അത് തുറക്കുളം മാർക്കറ്റ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. 10 പൈസ നമ്മൾ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത്
ഏറ്റവും താഴേക്കിടയിലുള്ളവനെ ലഭിക്കുന്ന രീതിയിലായിരിക്കണം ചെലവ് ചെയ്യൽ. അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയായിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്. ഒരു എണ്ണം തയ്ക്കാത്ത പ്രതിപക്ഷമായിട്ട് UDF ഉണ്ടാവുകയാണ് മുനിസിപ്പാലിറ്റി നല്ലതെന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരാഗ്രഹം ജനങ്ങൾ മറികടക്കും. BJPക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ഉണ്ട് മുനിസിപ്പാലിറ്റിക്ക്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ വോട്ടർമാരോട് പറയാനുള്ളത്, ഞങ്ങളെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കിയാൽ തന്നെ ഞങ്ങൾ ഗുരുവായൂരിനെ മുന്നോട്ട് കൊണ്ടുപോകും. പൂർണ്ണമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, അങ്ങനെ തന്നെ BJP പറയുന്നത്, ഡൽഹിയിലുള്ള സർക്കാരിന്റെ പരിപൂർണ്ണ പിന്തുണയോടെ ഗുരുവായൂരിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, ഒരു സംശയമില്ലാതെ തന്നെ. 100%. ഇതിൻ്റെ സ്ഥാനാർത്ഥികളെ ഏകകണ്ഠമായി ഒരു വാർഡിൽ മാത്രമാണ് നിസ്സാരമായ UDFന് ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളത്. മറ്റ് 46 വാർഡിലും 45 വാർഡിലും വളരെ നല്ല നിലയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ഇത്തവണ UDFന് കഴിഞ്ഞു. UDF ഒരു പടി അക്കാര്യത്തിൽ മുന്നിലാണ്. നേരെ മറിച്ച് LDFൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. LDF പല വാർഡിലും അവർക്ക് ശക്തരായ വിമതശല്യം അവർക്ക് നേരിടുന്നു, പ്രത്യേകിച്ച് പൂക്കോട് മേഖലയിലൊക്കെ. ഈ പ്രാവശ്യം UDF ഗുരുവായൂർ നഗരസഭാ ഭരണം പിടിച്ചടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ പോയ സ്ഥലങ്ങളിൽ നല്ല പോളിംഗാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നല്ല സജീവമായ ജില്ലയിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നമ്മുടെ വോട്ട് ചെയ്തവരെ എണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ടും കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ബൂത്തുകളിലെല്ലാം നടക്കുന്നുണ്ട്. നല്ല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കും. മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻപിച്ച ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.